ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ പറയുന്നു, ഇന്ത്യ മുന്നണി കുറച്ചുകൂടി ശക്തമായ നിലയിൽ വരുന്ന ഒരു സാഹചര്യം ഈ അടുത്ത ദിവസങ്ങളിൽ കാണുന്നുണ്ട്. കേരളത്തിലേക്ക് തന്നെ വന്നാൽ നോക്കൂ, ബി.ജെ.പിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ചില സുവർണാവസരങ്ങൾ നിങ്ങൾ കണ്ടിരുന്നു, എന്നിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമായ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത്തവണ നിങ്ങൾ വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്തിലാണ്? കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സാധ്യതകൾ എന്തിലൊക്കെയാണ്? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പദ്ധതികൾക്കും നയങ്ങൾക്കും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ വികസനത്തിന് വേണ്ടി അത് ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് വ്യത്യസ്ത മേഖലകളിലുള്ള കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർക്കത് ബോധ്യം വന്നിട്ടുണ്ട്, അവർക്കത് അനുഭവഭേദ്യമായി തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർവമാന മേഖലകളിലും പ്രത്യേകിച്ച് സേവന മേഖലകളിൽ കൊണ്ടുവന്നിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാം പിന്തുണ ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അക്കാര്യത്തിനകത്തില്ല. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഗ്യാസിന് വല്ലാതെ വില വർദ്ധിച്ചു എന്നാണ്. 2014 ജാനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗ്യാസിന്റെ വില 1100 മുതൽ 1240 രൂപ വരെയാണ്. ഇപ്പോഴത്തെ ഗ്യാസിന്റെ തിരുവനന്തപുരത്തെ വില 912 രൂപയാണ്. ഇത് 2023-ലും 2024-ലും 2023-24 കാലഘട്ടത്തിലും 2013-14 കാലഘട്ടത്തിലും ഗ്യാസിന്റെ വില ഇപ്പോഴത്തെ കുറവാണ്. സബ്സിഡി ഇല്ല സാർ. സബ്സിഡി കിട്ടുന്നുണ്ടോ? ഇപ്പോ സബ്സിഡി ഇല്ല. അന്ന് ഗ്യാസിന് വില അത്രയും ഉണ്ടായിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് സബ്സിഡിയോടെ ഗ്യാസ് വാങ്ങാൻ കഴിയുമായിരുന്നു, അവർ അക്കൗണ്ടിലേക്ക് പൈസ എത്തുമായിരുന്നു. അത് കോവിഡിന്റെ മറവിൽ അതൊക്കെ എടുത്ത് മാറ്റി. 150 രൂപ കഴിഞ്ഞു. അത് രേണുക, നിങ്ങൾ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സബ്സിഡി മാറ്റിയത് അറിഞ്ഞിട്ടില്ല. 6 മാസമായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ കൂടി പറയാലോ. അല്ല, ഉജ്ജ്വൽ യോജന എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഗ്യാസ് കൊടുത്ത് പട്ടിണിയിലാക്കിയ. എനിക്ക് ഗ്യാസ് കണക്ഷൻ ഉള്ള ആളാണ്, കൃത്യമായി ആ പൈസ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്നു. കോവിഡിന് ശേഷം വന്നിട്ടില്ല. എനിക്ക് മാത്രമാണോ വരാത്ത എനിക്ക് അറിയില്ല. എനിക്ക് വന്നിട്ടില്ല. നമ്മുടെ രാജ്യത്ത് കോവിഡിന് ശേഷമല്ല, കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തില്ല. അല്ല, വിശ്വാസമുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. അല്ല, എനിക്ക് പറയാമോ? നിങ്ങളുടെ അവകാശവാദങ്ങളും ഇതും കഴിഞ്ഞാൽ എനിക്ക് പറയാലോ, അതിന് തടസ്സമില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് ഗ്യാസ് കണക്ഷന്റെ സബ്സിഡി ഉപേക്ഷിക്കാൻ കഴിയുന്ന ആളുകളോട് അത് ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ഗുണഭോക്താക്കളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കേന്ദ്ര ഗവൺമെന്റ് നടത്തിയപ്പോ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആ തരത്തിൽ ഞാനടക്കമുള്ള ആളുകൾ, എനിക്ക് എന്റെ കാര്യം പറയാം, നിങ്ങളത് ചെയ്തോന്ന് എനിക്കറിയില്ല, ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സബ്സിഡി കൊടുക്കുന്നതിന് വേണ്ടി പണമുള്ള ആളുകൾ, വരുമാനമുള്ള ആളുകൾ, പൈസയുള്ള ആളുകൾ, ജീവിത നിലവാരം ഉയർന്ന ആളുകൾ അവരോട് കേന്ദ്ര ഗവൺമെന്റ് ഒരു അഭ്യർത്ഥന വെച്ചിരുന്നു. ഞാനടക്കമുള്ള ബി.ജെ.പിക്കാർ, നിരവധി ആളുകൾ ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള സബ്സിഡികൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് വെച്ച ആൾക്കാരാണ്. ഞാൻ അങ്ങനെ ഒരു അഭ്യർത്ഥന കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് അതിന് അർഹതയില്ലെങ്കിൽ അതെന്നെ അറിയിക്കുക. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള അവകാശമെങ്കിലും സാധാരണക്കാർക്കില്ലേ? ഇനിയിപ്പോൾ എനിക്കില്ലെങ്കിൽ വേണ്ട, സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ? അതിൽ താങ്കൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്റെ കാര്യം എന്ന് താങ്കൾ പറഞ്ഞു, താങ്കൾ വേണ്ട എന്ന് വെച്ചു, കിട്ടുന്നില്ല. ഓക്കെ, സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ? കുറച്ച് പൈസ കൂടി നിന്നതിൽ നിന്ന് കുറവ് വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപാണ്. അല്ലാണ്ട് സബ്സിഡി ആയിട്ട് ആളുകൾക്ക് പൈസ കിട്ടുന്നില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പൊതുപ്രവർത്തകനായിട്ട് താങ്കൾ അത് മനസ്സിലാക്കിയിട്ടില്ലേ? അല്ല, ഇന്ത്യ രാജ്യം ഭരിക്കുന്നവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇങ്ങനെ ജനങ്ങളോട് ഇന്ത്യ രാജ്യം സംഭവിച്ചില്ല കൃഷ്ണദാസ്, എന്തെങ്കിലും പറയരുത്. ഉദ്ദേശിക്കുന്ന സബ്സിഡിയെ കുറിച്ചല്ലല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്സിഡിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സംസാരിക്കുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി സർക്കാർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ്. 8 കോടിയോളം ആളുകൾക്കാണ്, കുടുംബങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് ഒട്ടാകെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് അതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. ഈ രാജ്യത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് 29 രൂപയ്ക്ക് ഭാരത് അരി വന്ന സമയത്ത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയാണ്, 2 രൂപയ്ക്ക് റേഷൻ കട വഴി കൊടുക്കുന്ന അരിയാണ് 29 രൂപയ്ക്ക് കൊടുക്കുന്നത് എന്ന്.
ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് മറിച്ച് എന്ത് പറയാനാണ്? 29 രൂപയ്ക്ക് കിട്ടുന്ന അരിയും റേഷൻ കടയിൽ കേന്ദ്ര ഗവൺമെന്റ് ശ്രീ സൗജന്യമായി കൃഷ്ണദാസ്, കൊടുക്കുന്ന നമ്മളുടെ അരി വിഷയം ഇന്ന് പ്രധാനമായും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. 29 രൂപയുടെ അരിയിൽ മോദിയുടെ പടം വെച്ച അരിയും ദാ ഈ പദയാത്രയിലെ SC/ST-കൾക്കൊപ്പമുള്ള ഭക്ഷണവും എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഇതിന്റെ ഒക്കെ വിലയിരുത്തലും വിധിയെഴുത്തും ആയിരിക്കും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അല്ല, SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപമാനം തോന്നുന്നു? ഇല്ല, അങ്ങനെ കഴിക്കുന്നതിലൊന്നുമില്ല. അതൊക്കെ എന്തോ മഹാസംഭവമാണ്, എന്തോ ഔദാര്യമാണ് എന്ന രീതിയിൽ പോസ്റ്റർ അടിക്കുന്നതിലാണ് പ്രശ്നം. അതൊരു ഔദാര്യമായിട്ട് പോസ്റ്റർ അടിച്ച് കാണിക്കുന്നതിലാണ് അല്പത്തം. ഇല്ല, അങ്ങനെ അല്പത്വം ഇല്ലല്ലോ അതിനകത്ത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അല്പത്വം അതിനകത്ത് കാണുന്നില്ലല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് അതിനകത്ത് അല്പത്വം കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് പുറത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ താങ്കൾ അതിനെ ന്യായീകരിക്കുമ്പോൾ നോക്കൂ, ഇത് ഇത്രയും വിവാദമായതിനു ശേഷവും അതിൽ എന്താണ് ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് താങ്കളുടെ ഈ വിശദീകരണം സൂചിപ്പിക്കുന്നത്. അല്ല രേണുക, ഞാൻ ഉദ്ദേശിച്ച കാര്യത്തെ അങ്ങ് വളച്ചൊടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടിട്ടുള്ള നിരവധി സംഘടനകളുമായി അതിന്റെ നേതാക്കന്മാരുമായി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP-ക്കകത്തും BJP-ക്ക് അവരുമായി സംസാരിക്കണം, അവരെ കേൾക്കണം, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. പക്ഷേ അവരുമായി ഭക്ഷണം കഴിക്കുന്നു എന്നത് പോസ്റ്ററിൽ അച്ചടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് മോശമാണ്. അതെങ്കിലും മനസ്സിലാക്കൂ. ലൈഫിൽ കുറച്ച് പൈസ കൊടുത്ത് അവർക്കൊരു വീട് വെച്ചിട്ട് അതിന്റെ അവരെ അപമാനിക്കുന്ന തരത്തിൽ അവിടെ മുദ്ര ചെയ്യണം, ഞങ്ങളുടെ പേര്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടിയ ഔദാര്യമാണെന്ന് മുദ്ര ചെയ്യണം എന്ന് പറയുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സമീപനം ഇതാണ്. കേരളത്തിൽ എവിടെയാണ് ഭക്ഷണത്തിൽ ഹോട്ടലിലാണ്, ഏത് കല്യാണത്തിലാണ്, ഒരു അവകാശവാദത്തിനും അർഹതയില്ലാത്ത ആളുകൾ നിരന്തരം ഫ്ലെക്സ് കൊണ്ടുവന്ന് വെക്കുന്ന മന്ത്രിമാരും ആളുകളുമുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരുമുള്ള സംസ്ഥാനത്താണ് 1 രൂപയുടെ പോലും സംസ്ഥാന ഗവൺമെന്റിന് പണം മുടക്കില്ലാത്ത, 1 രൂപയുടെ പോലും സംസ്ഥാന ഗവൺമെന്റിന് പങ്കാളിത്തമില്ലാത്ത പദ്ധതികളിൽ പോലും പണം കൊണ്ടുവന്ന് വെക്കുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പല പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിൽ നിരന്തരമായി ഫ്ലെക്സ് കൊണ്ടുവെക്കുന്ന ആളുകളാണ്. ഹൈവേയിൽ ഫ്ലെക്സ് വെക്കുന്നത് പോലാണോ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തിട്ട് അവിടെ നിങ്ങൾ പറയുന്ന ഈ മുദ്രണം? ഗ്യാസിനെ കുറിച്ചാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. നിങ്ങൾ ഗ്യാസിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ തർക്കം തുടങ്ങിയത്. ഞാൻ ആ തർക്കത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക. ഇനി നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ സാധാരണക്കാരോടൊപ്പം നിൽക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. ഈ പാനലിൽ ഇരിക്കുന്ന ആളുകളിൽ എത്ര പേർ അത് ഉപേക്ഷിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്? ശ്രീ നിജേഷിനാണെങ്കിലും ശ്രീ അരുണിനാണെങ്കിലും സാമാന്യമായ വരുമാനം ഉണ്ടാകുമല്ലോ. നിങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ സബ്സിഡി ഉപേക്ഷിച്ചോ? നിങ്ങൾക്ക് കിട്ടുന്ന നേടൊക്കെ ഉപേക്ഷിച്ചോ? ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നത് ഞാൻ പറഞ്ഞല്ലോ ശ്രീ പി കൃഷ്ണദാസ്. എന്റെ സാമ്പത്തിക നില നിങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് വേണമെങ്കിൽ പരിശോധിക്കാം. അങ്ങനെ ഒരു സതുദ്ദേശപരമായി ഉണ്ടായിരുന്നെങ്കിൽ അതിന് എത്ര ക്യാമ്പയിൻ നടത്തി, എത്ര പേരെ നിങ്ങൾ അതിന് സജ്ജരാക്കി, അതിന്റെ മറവിൽ ബാക്കിയുള്ളവരുടെ സബ്സിഡി ഇല്ലാതാക്കുന്നതാണോ അതിനുള്ള ശരിയായ മാർഗം? സബ്സിഡി ഇല്ലാതായത് ഏത് കാലഘട്ടത്തിലാണ്? നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊറോണയുടെ കാലഘട്ടങ്ങളിൽ, ഇതിനുശേഷം ഉണ്ടായിട്ടുള്ള കാലഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് കോവിഡ് വാക്സിൻ അടക്കം ഈ രാജ്യത്ത് കോവിഡ് വാക്സിൻ സാധാരണക്കാർക്ക് സൗജന്യമായി നൽകിയപ്പോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വരുന്ന ആളുകൾക്ക് വാക്സിൻ കൊടുത്തത് എങ്ങനെയാണ്? എത്ര രൂപയുടെ വാക്സിനാണ് അവർക്ക് വേണ്ടി? മറ്റു രാജ്യങ്ങളിലൊക്കെ സൗജന്യമല്ലേ? നരേന്ദ്രമോദിയുടെ ഫോട്ടോ അടിച്ചു കൊടുത്തു. ഈ സബ്സിഡി എടുത്താണ് ഫോട്ടോ അടിക്കാത്ത ധാരാളം ആളുകളുണ്ടല്ലോ അരുൺകുമാർ. ഈ സംസ്ഥാനത്തെ ഫോട്ടോ അടിക്കാത്ത ഫ്ലെക്സ് വെക്കാത്ത ധാരാളം മന്ത്രിമാരുണ്ടല്ലോ. അപ്പൊ താങ്കൾക്കത് തുടരണം. അതെനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. മുഖ്യമന്ത്രിയുടെയും വാക്സിന്റെ രേഖയിൽ വരെ ഫോട്ടോ അടിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. ഇപ്പൊ അരി മേടിക്കുന്ന ചാക്കിൽ മാത്രമല്ല, ഒരു വാക്സിൻ കൊടുത്താൽ, പണം കൊടുത്ത് വാക്സിൻ എടുത്താൽ പോലും ആ വാക്സിന് കൊടുത്ത സർട്ടിഫിക്കറ്റിൽ വരെ ഫോട്ടോയാ. ഫോട്ടോ വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മുഖ്യമന്ത്രിയും PWD മന്ത്രിയും ഒരു വീട്ടിൽ നിന്ന് 2 പേരുടെ ഫോട്ടോ വെക്കുന്ന എത്രയോ അവസരങ്ങൾ കണ്ടിട്ടുണ്ട്, എത്രയോ വിഷയങ്ങൾ കണ്ടിട്ടുണ്ട്. ശരി, എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ബ്രേക്കിന് പോകേണ്ടതുണ്ട്.